ഹായ് നമസ്കാരം, എല്ലാവർക്കും മഞ്ജൂസ് മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ക്ലാസ്സുകളിലെയും പോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്: 4x-1 ഇൻറ്റു 0.5 all raised to 3 - 2x is equal to 1/8 all raised to x ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം ചോദിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ തന്നിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് പവറിലാണ് തന്നിരിക്കുന്നത്. ഈ ഒരു എക്സ്പ്രഷനിൽ എക്സ് എന്ന് തന്നിരിക്കുന്നത് പവറിലാണ്. അപ്പോൾ പവറിൽ തരുമ്പോൾ നമ്മളിതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ ബേസും, അതായത് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈക്വൽ ആക്കിയിട്ട് മാറ്റണം. ഇവിടെ 4 ആണ് തന്നിരിക്കുന്നത്, ഇവിടെ 0.5 ആണ്, ഇവിടെ 1/8 ആണ്. അപ്പോൾ നമുക്ക് ബേസ് ഈക്വൽ ആക്കിയാൽ മാത്രമേ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബേസ് ഈക്വൽ ആക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. തന്നിരിക്കുന്നത് എന്താണ്? 4x-1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാണ് 4x-1 ഇൻറ്റു ഈ 0.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 1/2 all raised to 3 - 2x is equal to 1/8 all raised to x. ഈ 1/8നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാണ്. 8 എന്ന് പറയുന്നത് 2 ക്യൂബാണ്, all raised to എക്സ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ 4നെ നമ്മൾ മാറ്റിയിട്ട് എന്ത് കൊടുക്കുകയാണ്? 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 2 സ്ക്വയർ എന്ന് നമ്മളിവിടെ മാറ്റി എഴുതാണ്. ഇപ്പോൾ ഒന്ന് നോക്കൂ, എല്ലാം 2വിലോട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ 1/2 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ 1/2 ക്യൂബ് ഉണ്ട്. ഇനി ഇതിന് നമുക്ക് എന്തിലോട്ട് മാറ്റണം? എല്ലാത്തിനും 2ൻ്റെ പവറിലോട്ട് നമുക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവിടെ 2 സ്ക്വയർ all raised to x - 1 നമുക്കറിയാം. a raised to m all raised to n എന്ന് പറയുന്നത് a raised to mn ആണെന്നറിയാം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് കിട്ടുന്നത് 2 raised to 2x - 1 എന്ന് കിട്ടും. ഇൻറ്റു ഈ 1/2 എന്ന് പറയുന്നത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും? 2 raised to -1. നമുക്കറിയാം 1/2 എന്ന് പറയുന്നത് 2 മുകളിലോട്ട് പോകുമ്പോൾ 2 raised to -1 എന്നാണ് അല്ലേ? 2ൻ്റെ പവറിൽ എഴുതുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 2 raised to -1 ഇൻറ്റു 3 - 2x മുകളിൽ കിടക്കുന്നുണ്ട്, അതേപോലെ എടുത്തെഴുതി 3 - 2x is equal to ഇനി 1/2 ക്യൂബ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 2ൻ്റെ പവറിലോട്ട് എഴുതുമ്പോൾ 1/2 ക്യൂബ് 2ൻ്റെ പവറിലോട്ട് എഴുതുമ്പോൾ ഇത് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? 2 raised to -3 എന്നാവും. ഓക്കെ, അപ്പോൾ അതേ കാര്യം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. 2 raised to -3 ഇൻറ്റു എക്സ് മുകളിൽ കിടക്കുന്നുണ്ട്, ഇൻറ്റു എക്സ്. ഇനി ഇതിന് നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. 2 raised to 2x ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 വരുന്നുണ്ട്. ഓക്കെ, 2x - 2 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 raised to -3 + 2x മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് is equal to 2 raised to -3x. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ ബേസ് മുഴുവൻ ഈക്വൽ ആയിട്ടുണ്ട്, അതായത് 2 2 2 എല്ലാം 2ൻ്റെ പവറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഇവിടെ ഈ ഒരു കാര്യത്തിൽ a raised to m ഇൻറ്റു a raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m + n ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് മാറ്റി എഴുതാം. 2 raised to ഈ പവർ മുഴുവൻ നമുക്ക് മുകളിൽ വരും, അതായത് 2x - 2 -3 + 2x is equal to 2 raised to -3x എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇവിടെ ബേസ് 2 ആണ്, ഇവിടെ ബേസ് 2 ആണ്. അപ്പോൾ നമുക്ക് പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. പവറുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x - 2 -3 + 2x is equal to -3x. ഇനി ഇതിന് നമുക്ക് എഴുതാമല്ലോ.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2x-ഉം 2x-ഉം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 4x -2 -3 എന്ന് പറയുന്നത് -5 ഇസ് ഈക്വൽ ടു -3x. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താവും, ഈ -3x ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. അപ്പോൾ 4 3 7x ഇസ് ഈക്വൽ ടു -5 അപ്പുറത്തോട്ട് പോകുമ്പോൾ +5. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 5/7. അപ്പോൾ നമ്മുടെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 5/7 എന്നാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷനിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, പവറിലാണ് എക്സ് തന്നിരിക്കുന്നത്. സോ അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ എക്സിനെ പവറിലാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനെയും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ബേസിലോട്ട് മാറ്റണം. ഇവിടെ നമ്മൾ 2-ലോട്ടാണ് മാറ്റുന്നത് അല്ലേ, എല്ലാം 2-ൻ്റെ പവറിലാണ് തന്നിരിക്കുന്ന വാല്യൂസൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ 2-ൻ്റെ പവറിലോട്ട് എഴുതി. അപ്പോൾ ബേസ് നമ്മൾ ഈക്വലാക്കി 2 എന്ന് പറയുന്ന സംഖ്യയിലോട്ട് മാറ്റി. ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവയുടെ പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 5/7 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്